1279 ഗോളുകൾ, 3 ലോകകപ്പ് കിരീടങ്ങൾ, ലോകം കണ്ട ഏറ്റവും വലിയ കായിക താരം. പക്ഷേ ഈ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ ഷൂ പോളിഷ് ചെയ്ത് നടന്ന ഒരു കൊച്ചു പയ്യന്റെ കണ്ണീരിന്റെ കഥയുണ്ട്. ഫുട്ബോളിനെ ഒരു കലയാക്കി മാറ്റിയ, യുദ്ധം പോലും നിർത്തിവെക്കാൻ കരുത്തുള്ള ആ മാന്ത്രിക കാലുകളുടെ ഉടമ പെലെ. എങ്ങനെയാണ് ബ്രസീലിലെ ഒരു ചേരിയിൽ നിന്ന് അദ്ദേഹം ഫുട്ബോൾ ലോകത്തിന്റെ രാജാവായത്? 1940-ൽ ബ്രസീലിലെ ട്രെസ് കൊറാക്കോസിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് എഡ്സൺ അരാന്തസ് ഡോ നാസിമെന്റോ എന്ന പെലെ ജനിച്ചത്. അച്ഛൻ ദുണ്ടിഞ്ഞോ ഒരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. പക്ഷെ ഒരു പരിക്ക് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ തകർത്തു. അമ്മ സെലസ്റ്റെ അരാന്തസ് വീട്ടുജോലിക്ക് പോയി കുടുംബം നോക്കിയിരുന്നെങ്കിലും വീട്ടിൽ ദാരിദ്ര്യം പടർന്നു പിടിച്ചപ്പോൾ പെലെ തെരുവിലിറങ്ങി. തൻ്റെ 8ാം വയസ്സിൽ റെയിൽവേ സ്റ്റേഷനിൽ ആളുകളുടെ ഷൂ പോളിഷ് ചെയ്താണ് അവൻ കുടുംബത്തിന് താങ്ങായത്. ഒരു ഫുട്ബോൾ വാങ്ങാൻ പോലും പണമില്ലാത്തതുകൊണ്ട് പഴയ തുണിക്കഷ്ണങ്ങൾ സോക്സിനുള്ളിൽ നിറച്ച് പന്തുണ്ടാക്കിയായിരുന്നു അവനും കൂട്ടുകാരും പന്ത് തട്ടിയിരുന്നത്. 1950 ബ്രസീൽ ലോകകപ്പ് ഫൈനലിൽ ഉറുഗ്വേയോട് തോൽക്കുന്നു. രാജ്യം മുഴുവൻ ശവപ്പറമ്പ് പോലെ നിശബ്ദമായി. പെലെയുടെ അച്ഛൻ തകർന്ന് കരയുന്നത് കണ്ട് ആ 9 വയസ്സുകാരൻ പറഞ്ഞു, "അച്ഛാ, വിഷമിക്കണ്ട, ഞാൻ ബ്രസീലിനു വേണ്ടി ലോകകപ്പ് നേടിത്തരും." ആ വാക്കുകൾ വെറുമൊരു ആശ്വാസമായിരുന്നില്ല, അതൊരു പ്രതിജ്ഞയായിരുന്നു. അങ്ങനെയിരിക്കെ കൂട്ടുകാരുമൊപ്പമുള്ള പെലെയുടെ ഫുട്ബോൾ മികവ് കണ്ട അന്നത്തെ മുൻ ഫുട്ബോളറായിരുന്ന വാൽഡമാർ ഡി ബ്രിട്ടോ പെലെയുടെ അച്ഛനോടും അമ്മയോടും അന്നത്തെ മികച്ച ക്ലബ്ബുകളിലൊന്നായ സാന്റോസ് FC-യിൽ പെലെയെ ട്രെയിനിങ്ങിന് വിടാൻ പറയുകയും, ആദ്യമൊക്കെ ഇതിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് 1956-ൽ വെറും 15 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ഈ ക്ലബ്ബിൽ ചേരുന്നത്. തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ നേടിക്കൊണ്ട് അദ്ദേഹം വരവറിയിച്ചു. അടുത്ത 18 വർഷം സാന്റോസ് എന്ന ക്ലബ്ബ് ലോകമെമ്പാടും അറിയപ്പെട്ടത് പെലെയിലൂടെയാണ്. സാന്റോസിനായി ഏകദേശം 650ഓളം ഗോളുകൾ അദ്ദേഹം ഔദ്യോഗികമായി നേടിയിട്ടുണ്ട്. 6 തവണ ബ്രസീലിയൻ ലീഗ് കിരീടവും 2 തവണ ലിബർട്ടഡോറസ് കപ്പും പെലെ സാന്റോസിന് നേടിക്കൊടുത്തു. യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകൾ പെലെയെ സ്വന്തമാക്കാൻ നോക്കിയെങ്കിലും ബ്രസീൽ സർക്കാർ അദ്ദേഹത്തെ ഒരു ദേശീയ നിധിയായി പ്രഖ്യാപിച്ച് രാജ്യം വിടുന്നത് തടഞ്ഞ കഥ ഇന്നും ഫുട്ബോൾ ലോകത്ത് പ്രശസ്തമാണ്. 1958 ലോകകപ്പിൽ ബ്രസീലിനു വേണ്ടി വെറും 17ാം വയസ്സിൽ കളിക്കാനിറങ്ങിയ പെലെ സെമി ഫൈനലിൽ ഹാട്രിക്കും ഫൈനലിൽ ഇരട്ട ഗോളുകളും നേടി ലോകത്തെ ഞെട്ടിച്ചു. ലോകകപ്പ് നേടുന്ന ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള താരമായി പെലെ മാറി. പിന്നീട് നടന്ന 1962 ലോകകപ്പിൽ പരിക്ക് കാരണം പല മത്സരങ്ങളും നഷ്ടമായെങ്കിലും ബ്രസീൽ കിരീടം നിലനിർത്തിയപ്പോൾ പെലെ ആ സംഘത്തിലെ പ്രധാനിയായിരുന്നു. 1970 ലോകകപ്പ് ഇതായിരുന്നു പെലെയുടെ മാസ്റ്റർ ക്ലാസ്. ഫൈനലിൽ ഇറ്റലിക്കെതിരെ ഗോൾ നേടിക്കൊണ്ട് ബ്രസീലിന് 3ാം ലോകകപ്പ് നേടിക്കൊടുത്തു. 3 ലോകകപ്പുകൾ നേടിയ ഏക താരം എന്ന റെക്കോർഡ് ഇന്നും പെലെയുടെ പേരിൽ സുരക്ഷിതമാണ്. പെലെ വെറുമൊരു കളിക്കാരനായിരുന്നില്ല. 1969-ൽ നൈജീരിയയിൽ ആഭ്യന്തര യുദ്ധം നടക്കുമ്പോൾ പെലെയുടെ കളി കാണാൻ വേണ്ടി മാത്രം ഇരുപക്ഷവും 48 മണിക്കൂർ നേരത്തേക്ക് യുദ്ധം നിർത്തിവെച്ചു. സമാധാനത്തിന്റെ അംബാസഡറായിരുന്നു അദ്ദേഹം. ഫുട്ബോളിനെ അദ്ദേഹം ദ ബ്യൂട്ടിഫുൾ ഗെയിം എന്ന് വിശേഷിപ്പിച്ചു. വർണ്ണവിവേചനത്തിനും ദാരിദ്ര്യത്തിനുമെതിരെ തന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം പോരാടി. 1977-ൽ തൻ്റെ കരിയർ അവസാനിപ്പിക്കുമ്പോൾ 1363 മത്സരങ്ങളിൽ നിന്ന് 1281 ഗോളുകൾ അദ്ദേഹം നേടിയിരുന്നു. വിരമിച്ച ശേഷവും ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്കായി അദ്ദേഹം ലോകമെമ്പാടും സഞ്ചരിച്ചു. ബ്രസീലിൻ്റെ കായിക മന്ത്രിയായും അദ്ദേഹം സേവനം നടത്തി. ക്യാൻസർ ബാധിതനായിരുന്ന അദ്ദേഹം 2022 ഡിസംബർ 29-ന് ഫുട്ബോൾ ലോകത്തെ ആ കറുത്ത മുത്ത് ഓർമ്മയായി. പക്ഷേ ഗ്യാലറികളുള്ള കാലത്തോളം, മൈതാനത്ത് പന്തുരുളുന്ന കാലത്തോളം പെലെ എന്ന പേര് മരിക്കില്ല. ദാരിദ്ര്യത്തിൽ നിന്ന് സ്വപ്നങ്ങളിലേക്ക് പന്തു തട്ടി കയറാൻ ഇന്നും ഓരോ കുട്ടിക്കും പ്രചോദനമാണ് പെലെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.